ഓരോ വീടിൻ്റെയും ആത്മാവ് എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഇൻറ്റീരിയർ ആണ്. ആ ഇൻറ്റീരിയർ എത്രത്തോളം നമ്മൾ മനോഹരമായിട്ട് എലഗൻ്റായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും നമുക്ക് വീട്ടിലൊരു പീസ്ഫുൾ ആംബിയൻസും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടാവുക. ഓരോ ക്ലയൻസിനും ഓരോ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. നമ്മൾ ആരാണോ ആ വീട് യൂസ് ചെയ്യുന്നത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലായിരിക്കണം ആ ഡിസൈൻ സെറ്റ് ചെയ്യേണ്ടത്. കാരണം 1-2 ദിവസം കഴിഞ്ഞിട്ട് ഓരോ ഗസ്റ്റുകൾ പോകും, പക്ഷേ ലൈഫ് ടൈം ആ വീട് ഉപയോഗിക്കേണ്ടത് ആ ക്ലയൻസ് ആണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കളറും അവർക്ക് ഇഷ്ടപ്പെട്ട തീമും അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന ഡിസൈനുമായിരിക്കണം നമ്മൾ ഓരോ വീടിനും ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിസൈൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വർഷം യൂസ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് എപ്പം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും ബോറടിക്കാത്ത രീതിയിലുള്ള, മടുപ്പ് വരാത്ത രീതിയിലുള്ള, ഭയങ്കര കൺജക്റ്റഡ് അല്ലാത്ത ഡിസൈൻസ് ആണ് നമ്മൾ എപ്പോഴും ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് ചൂസ് ചെയ്യേണ്ടത്. അത് ഈവൻ കളേഴ്സ് ആയിക്കോട്ടെ, ഡിസൈൻസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആ ഒരു മിനിമലിസ്റ്റിക് തീം കൊണ്ടുവന്ന് എന്നിട്ട് നമ്മളൊരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് ആ ഡിസൈനെ കൊണ്ടുവരുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഓരോ ക്ലയൻസിൻ്റെയും റിക്വയർമെൻറ്റ്സ് എന്താണോ അതിനനുസരിച്ച് അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസൈന് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ എക്സിക്യൂഷനിലേക്കെല്ലാം കടക്കുന്നത് തന്നെ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്റ്റീരിയറിന് കൊടുക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻസ് നമ്മൾ ഓരോ വീടിൻ്റെയും ഇൻറ്റീരിയറിന് നമ്മൾ കൊടുക്കുന്നത് നിർബന്ധമാണ്.